മോളെ, അവൻ കൊണ്ടുവന്ന സമ്മാനം നീ എടുത്തു നോക്കിയില്ലേ? എന്തോ നോക്കാനാ, വല്ല 1 ഗ്രാമിന്റെ എന്തെങ്കിലും ആയിരിക്കും. എന്നാലും കൊണ്ടുവന്ന സമ്മാനം എന്താണെന്ന് ഒന്നും എടുത്തു നോക്കാന്നുള്ള മര്യാദയില്ലേ മോളെ? അതെ, ഞാനൊന്ന് നോക്കാം അല്ലേ? നോക്കട്ടെ. അയ്യോ, ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അതൊന്ന് തുറക്കമേ. തുറക്കട്ടെ. അയ്യോ, നല്ല നെക്ലസ്. അതെ അതെ, നോക്കു മോളെ. വെച്ച് നോക്കട്ടെ. നോക്കട്ടെ. കൊള്ളാം കൊള്ളാം. ഇത് ഏത് ജ്വല്ലറിന്നാ വാങ്ങിച്ചിരിക്കുന്നത്? ഇത് ഏത് ജ്വല്ലറി? ഏതായാലും കമലേശ്വരം ജ്വല്ലറി അല്ല. അതുകൊണ്ട് പഴയതുപോലെ അവന്റെ ഏട്ടനും ഏട്ടത്തെയും വാങ്ങിച്ചു വിട്ടുകൊടുത്ത നെക്ലസ് അല്ല ഇതെന്ന് അങ്ങ് ഉറപ്പിക്കാം. അതെ, ഇത് സ്വർണം തന്നെയാണോ? അയ്യോ, മോൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഉരച്ചു നോക്കിയേ. അയ്യോ, ഇത് സ്വർണ്ണമല്ല, തനി തങ്കവാ. അതെ അതെ, 22 ക്യാരറ്റ് അല്ല, 24 തോന്നുന്ന മോളെ. അയാള് ഇത്രയും പൈസയൊന്നും മുടക്കാനുള്ള സാധ്യതയില്ലല്ലോ. നിന്റെ പിണക്കം മാറ്റാൻ വേണ്ടി മുടക്കിയതായിരിക്കും മോളെ. അതെ, അവന് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല മോളെ. അതുകൊണ്ട് അവൻ കുറച്ച് പൈസ കളയാന്ന് കരുതി കാണും. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ കാര്യത്തിൽ പിശുക്കൊന്നും കാണിച്ചിട്ടില്ല. ഒരു 6-7 പവൻ വരും. ഇന്നത്തെ സ്വർണത്തിന്റെ വിലയും പണിക്കൂലിയും ടാക്സും ഒക്കെ വെച്ച് നോക്കുമ്പോ എങ്ങനെയായാലും ഒരു 8 ലക്ഷം രൂപയുടെ മുതൽ വരത്തില്ലേ അമ്മേ? പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് അവൻ അങ്ങേ അറ്റം പോയാ 1 പവന്റെ മോതിരോ കമ്മലോ വളയോ ഒക്കെ തരുമെന്നാ ഞാൻ കരുതിയേ. ഇങ്ങനെ ഒരു സമ്മാനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മോള് വേറൊരു ആളെ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ. അമ്മയ്ക്കും അച്ഛനും കൂടെ ഒരു ഒറ്റ മോനാണെന്നും ഇരിക്കട്ടെ. അങ്ങനെ ഒരു തന്നെ ആയാൽ പോലും ഇന്നത്തെ കാലത്തിന് വെഡിങ് ആനിവേഴ്സറിക്ക് ഇതുപോലൊരു സമ്മാനം തരത്തില്ല. അതെ അതെ, ഇവിടെ കണ്ണൻ ഉണ്ണിയെക്കാളും കാശുകാരനാ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി അവിടെ ഉണ്ടായി പോയതുകൊണ്ടാ ഈ മോൾക്കെല്ലാം ഈ കുറവായിട്ട് തോന്നുന്നത്. ഉണ്ണിക്ക് മോളുടെ ഭർത്താവാകാൻ യോഗ്യതയില്ലെന്ന് മോള് പറയുന്നതും അതുകൊണ്ട് തന്നെയാ മോളെ. അതുകൊണ്ട് തന്നെയാ. അങ്ങനെയുള്ള വീട്ടിലേക്ക് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? അന്ന് കല്യാണം നടക്കുമ്പോ ഞങ്ങളെ പോലെ തന്നെ മോളും ഒത്തിരി സന്തോഷിച്ചതല്ലേ. വീൽ ചെയറിലിരിക്കുന്ന കണ്ണനെ കണ്ട് അന്ന് മോളും ഞങ്ങൾക്കൊപ്പം നിന്ന് ഒരുപാട് ചിരിച്ചതുമല്ലേ. അന്നേ ഏറ്റവും കൂടുതൽ കരഞ്ഞത് മോഹിനിയാ. എന്റെ മകളെ നടക്കടലിലേക്ക് എറിഞ്ഞു കൊടുത്തെന്ന് പോലും അവള് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ. പിന്നെ ലക്ഷ്മിയുടെ പ്രാർത്ഥനയും മന്ത്രവാദം ഒക്കെ കൊണ്ട് കാര്യങ്ങളെല്ലാം അവൾക്ക് അനുകൂലമായിട്ട് വന്നു എന്ന് മാത്രം. അതിന് ഞങ്ങളെ എന്തിനാണ് മോളെ ഇങ്ങനെ പഴിക്കുന്നത്? ഇതൊന്നും എന്നെ അങ്ങനെ സന്തോഷിപ്പിച്ചിട്ടില്ല മുത്തശ്ശി. എനിക്ക് സന്തോഷാവണമെങ്കില് ഞാൻ പറഞ്ഞത് നടക്കണം. കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിയണം. അവളെ ആ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി അടിച്ചു പുറത്താക്കണം. അത് നടക്കാത്ത കാര്യമല്ലേ മോളെ? നടക്കാത്ത കാര്യമാണെങ്കിലേ അവൾ അവിടെയും ഞാൻ ഇവിടെയായിട്ട് ഇനിയുള്ള കാലം ജീവിക്കും. എന്റെ പിണക്കം മാറ്റാൻ അയാള് കൊണ്ടുവന്ന ഈ സ്വർണത്തിനൊന്നും കഴിയില്ല. വേണ്ടടാ പ്രതാപ, മോളെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നീ വാ. ഇത്